നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അതിരൂപതയുടെ വാർഷികാഘോഷം ചൊവ്വാഴ്ച കണ്ടശാങ്കടവിൽ നടക്കും. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. അന്തരിച്ച പത്രപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന കെ നജീബ് മാസ്റ്ററെ വിവിധ സംഘടനകൾ അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ അതിരൂപതയുടെ 138ാം വാർഷികാഘോഷം ഈ മാസം 20-ന് കണ്ടശാങ്കടവ് ഫൊറോന പള്ളിയിൽ സംഘടിപ്പിക്കുമെന്ന് ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, ജനറൽ കൺവീനർ ഫാദർ സോളി തട്ടിൽ, നടത്തുകൈക്കാരൻ ബൈജു ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 222 ഇടവകയിൽ നിന്നായി വൈദികർ, സന്യസ്തർ, വൈദിക വിദ്യാർത്ഥികൾ, കൈക്കാരന്മാർ, വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകർ, പ്രതിനിധിയോഗം സെക്രട്ടറിമാർ, കൗൺസിൽ അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ കൺവീനർമാർ, ഏകോപന സമിതി പ്രസിഡന്റുമാർ അടക്കം 3000-ഓളം പേർ പങ്കെടുക്കും. ആഘോഷത്തിന്റെ ഭാഗമായി വീടില്ലാത്ത ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകും. 600 പേർക്ക് സൗജന്യ ഡയാലിസിസുകൾ നൽകും. അവാർഡ് വിതരണം, സ്മരണികയുടെ കവർ പ്രകാശനം, പതാക കൈമാറ്റം, കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 7:30 വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുക. ഉച്ചയ്ക്ക് 2:30-ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ ബലി നടക്കും. കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ മുഖ്യപ്രഭാഷണം നടത്തും. ആൻഡ്രൂസ് താഴത്ത് അവാർഡ് ദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ തോംസൺ ആന്റണി, കൈക്കാരൻ ജെയ്സൺ പോൾ തേക്കാനത്ത്, CO ജിൻഡോ എന്നിവരും പങ്കെടുത്തു. ഒരു വർഷവും അത് ഓരോ കൊറോണകളിൽ വെച്ച് മാറി മാറിയാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം കോട്ടേക്കാട് കൊറോണ പള്ളിയിൽ വെച്ചായിരുന്നു. ഈ വർഷം കണ്ടശാങ്കടവ് കൊറോണ പള്ളിയിൽ വെച്ചാണ് നടത്തുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നാട്ടിക NSS കരയോഗം കുടുംബസംഗമം നടത്തി. തൃപ്പയാർ SNDP യൂണിയൻ ഹാളിൽ നടന്ന കുടുംബസംഗമം ചാവക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ശശിധര മേനോൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി MK പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി V കൃഷ്ണകുമാർ, T ഉണ്ണികൃഷ്ണൻ, ബിന്ദു നാരായണൻ, PV സുധാകരൻ, V ഗോപാലകൃഷ്ണൻ, നന്ദിനി എന്നിവർ സംസാരിച്ചു. താലൂക്ക് കമ്മിറ്റി മെമ്പറായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ കുറച്ച് കാലത്തെ പരിചയമുണ്ടെങ്കിലും വളരെ ശാന്തസ്വഭാവത്തോടെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അദ്ദേഹം പരാതിപ്പെട്ടതെന്ന് വെച്ചാൽ വിളിച്ചിട്ട് വരുന്നില്ല, ആൾക്കാരും വരുന്നില്ല. അപ്പോൾ അത് തുടക്കക്കാരനായതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എല്ലാ മാസവും മീറ്റിംഗ് കൂടുകയും ഒക്കെ ചെയ്താൽ പിന്നെ ആൾക്കാർ വരുന്നു. പിന്നെ ആൾക്കാർ മറ്റുള്ളവർക്ക് തോന്നണ്ടേ എന്തിനാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് വരുന്നത് എന്ന് തോന്നല് ഉണ്ടാക്കത്തക്ക തരത്തിൽ നമ്മൾ പെരുമാറണം. തൃപ്പയാർ ഒരുമ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആനന്ദൻ വാഴക്കുളത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരുമ ട്രഷറർ PK സുരേഷ് അധ്യക്ഷനായി. സെക്രട്ടറി സരിക സത്യൻ, ജോയിന്റ് സെക്രട്ടറി ഔസേബ് ചാലക്കൽ, വൈസ് പ്രസിഡന്റ് വത്സലദാസൻ, രോഹിണി ഷൈജു, AV ബാബു എന്നിവർ സംസാരിച്ചു. നമുക്കിപ്പോൾ ഒരുമയിൽ നിന്ന് ഒരു 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട്. ഒരുമ കമ്മിറ്റി അംഗം ശ്രീ പാടത്തിപ്പറമ്പിൽ രാജൻ്റെ മകൾ രാഖിയാണ് ഇപ്പോൾ ഇതിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് ഒരു മുൻഗണന കൊടുക്കുക എന്ന നിലയ്ക്ക് ഇതിൻ്റെ ആദ്യ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നത് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ദേവസ്വം മാനേജർ മനോജ് K നായർ ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ ശ്രീരാമ ക്ഷേത്ര സന്നിധിയിൽ 42ാമത് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞമാണ് നടക്കുവാൻ പോകുന്നത്. ഇന്ന് മാഹാത്മ്യത്തോടുകൂടി അടുത്ത ഞായറാഴ്ച സമാപിക്കുന്ന തരത്തിലുള്ള 7 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭദ്രദീപം തെളിയിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഏറെ സന്തോഷം. ഭഗവാൻ നിശ്ചയിക്കുന്നതിനനുസരിച്ച്
അത് ഭഗവാൻ പ്രോഗ്രാം ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന മനുഷ്യ ആത്മാക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്നത് തന്നെയാണ് നമ്മുടെ ഈ മഹത്തായ സപ്താഹത്തിന് ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന അറിവെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഭാഗവതത്തെ നമുക്ക് ഏറ്റവും മിനിമം അത് ശ്രവിക്കുവാൻ കഴിയുകയാണെങ്കിൽ പോലും മോക്ഷദായകമാണ് എന്നാണ് വിശ്വാസം. സനാതനധർമ്മ പാഠശാല രക്ഷാധികാരി യു വാസുദേവൻ അധ്യക്ഷനായി. ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സനാതനധർമ്മ പാഠശാല സെക്രട്ടറി പി മണികണ്ഠൻ, ട്രഷറർ കെ രാംകുമാർ, ലളിത ശംഭുകുമാരൻ, ശ്രീലത പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. മെയ് 18 മുതൽ 25 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി ഇ കെ നായനാർ അനുസ്മരണ ദിനം ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. KK അനിൽകുമാർ, KD സതീഷ്, TN ഉദയകുമാർ, സുലേഖ ജമാൽ, RK സൈനുദ്ദീൻ, വിശ്വനാഥൻ വൈക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കട ഹൈസ്കൂൾ 80-81 ഗ്രൂപ്പ് അംഗങ്ങളുടെ 3ാം വാർഷികാഘോഷം സ്കൂളിൽ വെച്ച് നടന്നു. ഗോകുൽ കരിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ 3ാമത്തെ വാർഷികമാണ്, നമ്മുടെ 3ാമത്തെ ചടങ്ങാണ്. പക്ഷേ വർഷം ചെല്ലും തോറും നമ്മുടെ എണ്ണത്തിൽ വളരെ കുറവ് സംഭവിക്കുന്നു. അത് വളരെ വേദനാജനകമാണ്. നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണാം, പരിചയം വീണ്ടും പുതുക്കാം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 75-90% വരെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്ഥിതി വെച്ചിട്ടുണ്ട്. എല്ലാവരും നിങ്ങളില്ല. കാരണം ഞാൻ ഒരുപാട് ജീവിത ശൈലി രോഗങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. കാരണം നമ്മൾ ഏകദേശം 59-60 നല്ല കാലങ്ങളെല്ലാം കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ല കേട്ടോ. KB രതീന്ദ്രദാസ്, ഷാജഹാൻ, ജുഗുനു, N ശ്രീമതി, VV ഇന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 80-81 കൂട്ടായ്മ അംഗങ്ങളും കൊച്ചുകുട്ടികളുടെയും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി സൈകൾ കാരുണ്യ കേന്ദ്രത്തിന്റെ ഇടമുട്ട മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം മെയ് 21 ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിമ്പ്രം പാട്ടുകുളങ്ങര അസീസ് പുറക്കളത്തിന്റെ വീടിന്റെ പരിസരത്ത് നടക്കുന്ന ചടങ്ങ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. രോഗികൾക്കുള്ള ഉപകരണങ്ങൾ CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഏറ്റുവാങ്ങും. ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിക്കും. 500 അംഗ രക്തദാന സേന വോളണ്ടിയർമാരുടെ ഡയറക്ടറി ഡോക്ടർ EK രാമചന്ദ്രൻ പ്രകാശനം ചെയ്യും. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ നിർവഹിക്കും. കോർഡിനേറ്റർ PS ഷജിത്ത്, ചെയർമാൻ KTD കിരൺ, കൺവീനർ KM അബ്ദുൾ മജീദ്, ട്രഷറർ അസീസ് പുറക്കുളം, KK സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിന്റെ പ്രവർത്തനം ഒന്ന് ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലയ്ക്കകത്തും അതാത് പ്രദേശങ്ങളിൽ യൂണിറ്റുകൾ ആരംഭിച്ചുകൊണ്ട് മേഖലാ തലത്തിൽ അതിന്റെ ഓഫീസ് ക്രമീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. ഇടമുട്ട മേഖലാ കമ്മിറ്റി 11 യൂണിറ്റുകളിലായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാട്ടിക 14ാം വാർഡിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. 12ാം വാർഡ് മെമ്പർ ഐഷാബി ജബ്ബാർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, അംഗങ്ങളായ സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഗിലേഷ്, നികിത P രാധാകൃഷ്ണൻ, മുൻ മെമ്പർ ലളിത മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നുള്ള നല്ല വെള്ളം കൊടുക്കുക, വേറെ നല്ല രീതിയിൽ പ്യൂരിഫിക്കേഷൻ ചെയ്ത് ശുദ്ധമായിട്ടുള്ള തണുത്ത വെള്ളവും നോർമലായിട്ടുള്ള വെള്ളവും നമുക്ക് കിട്ടും. നാട്ടിക പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം നമ്മളൊരു 18 ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത്. 5 കിയോസ്കും കൂടി. അപ്പോൾ 14 വാർഡിലും കുടിവെള്ളത്തിന് അത്യാവശ്യം എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. പൈസ ഇല്ല. ചില സ്ഥലത്ത് നമ്മൾ ATM ആണ് വെച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ, ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ, അവിടെ വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ATMകളാണ്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള കിയോസ്കുകളാണ് വെച്ചിട്ടുള്ളത്. വെള്ളം ഈ കിട്ടാക്കിനായിട്ട് മാറുന്ന കാലഘട്ടത്തിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇടവേള.
പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ്, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് ഹൈസ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മീനാക്ഷി സനോജിനെയും ഉന്നത വിജയം നേടിയ അതുൽ രവീന്ദ്രനെയും ആൻഡോ തൊറയന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ പ്രമോദ കണിമംഗലത്ത്, രക്ഷാധികാരി MB സജീവ്, ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചർ ഫോറം പെരിങ്ങോട്ടുകരയുടെ പേരിൽ നമ്മളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരൊക്കെ ഉന്നത ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കാതലായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അനുമോദിക്കുകയും അവർക്കൊക്കെ പറ്റാവുന്ന രീതിയിൽ സഹായം ചെയ്യുകയും അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കും മറ്റും ഉള്ള ഉപകരണങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെൻറ്റർ. പുളിയന്തുരുത്ത് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാലയുടെ വാർഷികവും ഗ്രാമോത്സവവും സിനിമ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. എത്രയോ മുതിർന്ന ആളുകൾ അത് കാണുകയും വായിക്കുകയും മൈൻഡ് ചെയ്യാതെയും പോയിട്ടുണ്ട്. പക്ഷെ ഒരു ന്യൂജൻ, നമ്മൾ പറയുന്ന ഈ ഫോണിൽ മാത്രമുള്ള എന്ന് പറയുന്ന ഒരു പയ്യൻ അത് കാണുന്നു, അവനവിടെ അത് വായിക്കുന്നു,
ഈ അംഗനവാടിയുടെ പുറകിൽ പോകുന്നു. ആ പുറകിൽ പോകുമ്പോൾ അവിടെ പ്രായമായ ഒരു സ്ത്രീ അകത്ത് നിന്ന്, ആ വീട്ടിൽ നിന്ന്, ഒരു കുടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മമ്മയുടെ 50 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന്. അമ്മ പറഞ്ഞു, മോനെ, നീ 56ാമത്തെ ആളാണ്, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള 56ാമത്തെ ആളാണ് നീ വരുന്നത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, എൻ്റെ ഒരു കാശും പോയിട്ടില്ല, എനിക്ക് കണ്ണ് കാണില്ല എന്ന് പറയുന്നത് സത്യമാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങുക? പക്ഷെ മോനിപ്പം ഞാൻ കഴിഞ്ഞ വന്ന 55 പേരോടും അത് പറഞ്ഞിട്ടുണ്ട്. ആ 55 പേരും അത് ചെയ്തില്ല. മോനെങ്കിലും ആ ബോർഡ് എടുത്ത് മാറ്റണം, എൻ്റെ ഒരു 50 രൂപ അങ്ങനെ കളവ് പോയിട്ടില്ല. ഇവനും ഈ 50 രൂപ ആ അമ്മമ്മയെ ഏൽപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അവനും ആ ബോർഡ് എടുത്തു മാറ്റില്ല. നോക്കൂ, ഇവനെ പോലുള്ള ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ബുദ്ധിയായിരുന്നു ആ അമ്മമ്മയ്ക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു ബോർഡ്. സംസ്ഥാനത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ വി സി കിരണിനെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ സിംഗ് വാലത്ത അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തെക്കുറിച്ച് വടനപ്പള്ളി സിവിൽ എക്സൈസ് ഓഫീസർ PA അഫ്സൽ ക്ലാസ് എടുത്തു. തുടർന്ന് കലാപരിപാടികളും ശ്രീദക്ഷ വാടനപ്പള്ളി അവതരിപ്പിച്ച വീരനാട്യം, കോൽക്കളി, കിണ്ണങ്കളി എന്നിവയും നടന്നു. ക്ലബ്ബ് സെക്രട്ടറി CB ഷിബു, CV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷം SSLC, +2 പാസ്സായ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഏകജാലക സംവിധാനം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കി. 50ഓളം ഹെൽപ്പ് ഡെസ്കുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഹെൽപ്പ് ഡെസ്കിന്റെ ജില്ലാതല ഉദ്ഘാടനം വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ EP അജയ് ഘോഷ്, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ PC സിജി, സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T മോഹൻ, ജില്ലാ ട്രഷറർ T വിനോദിനി, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ PB സജീവ്, TV ചിത്രകുമാർ, വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ PS സാവിത്രി, KSTA ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ്, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാനപ്പെട്ട വിഷയങ്ങളും അതിന് മുന്നോടിയായി മാറിവരുന്ന പാഠപുസ്തകങ്ങൾ അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരിശീലന ക്ലാസുകൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 4 ദിവസം മുൻപ് ഇതേ ഹാളിൽ വെച്ച് തന്നെ നമ്മുടെ UP വിഭാഗത്തിന്റെ അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസ് ഞാൻ തന്നെയാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നത്. 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട മുറ്റിച്ചൂർ ഉണ്ണിമാറി മംഗലം ശ്രീ ദുർഗാ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ യജ്ഞത്തിന്റെ ബ്രോഷർ പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി എപ്പുറത്തമന ബ്രഹ്മദത്തൻ നമ്പൂതിരി അധ്യക്ഷനായി. പുന്നപ്പള്ളി മന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗോപി അരണയെഴുത്ത്, ഹരിഹരൻ തട്ടാരത്തിൽ, ദിവാനന്ദൻ ചാലിയത്ത്, സുമേഷ് വള്ളോപ്പള്ളി, രമ പട്ടത്ത്, എപ്പുറത്തമന പ്രവീൺ കുമാർ, പ്രൊഫസർ അച്യുതൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പലതും അത് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് അറിയില്ല. ആദ്യം പറഞ്ഞാൽ പിന്നെ പുള്ളി തിരുമേനി വന്നിട്ട് അവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് നോക്കിയത് എവിടെയാണ് ഈ ക്ഷേത്രം എവിടെയാണ് ചോദിച്ചത്. കാരണം ഇത്ര അടുത്ത് കിടന്നിട്ട് ഇത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീരെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇപ്പോൾ അത് സ്വാഗത പ്രാസംഗം പറഞ്ഞ പോലെ ഇത് ഓരോ സമയത്തും ക്ഷേത്രമായാലും അല്ലെങ്കിൽ മനുഷ്യരായാലും ഒക്കെ ചില സമയദോഷങ്ങളോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ കടന്നു പോയിക്കൊണ്ട് നല്ലൊരു കാലഘട്ടത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സമയത്തിൻ്റെ തുടക്കമായിട്ട് ഈ ഒരു കൂട്ടായ്മയെ നമുക്ക് കാണാം. അന്തിക്കാട് നവഭാരത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും
അന്തിക്കാട് കല്ലിടവഴി ഡയമണ്ട് സിറ്റിയിൽ നടത്തിയ ചടങ്ങിൽ 200ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അന്തിക്കാട് KGM LP സ്കൂൾ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ഇവിടെ ജാതി വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കുടക്കീഴിൽ ഈ ഗ്രൗണ്ടിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ജാതിയുടെ വ്യത്യാസം നോക്കാതെ എന്ത് കാര്യം ഉണ്ടായാലും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെ നേരിടുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുമക്കളും വനിതാ വിങ് ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഈ നവഭാരതമാണ്, അതൊരു മേഖലയിൽ മാത്രമല്ല, ഓരോ ക്ലബ്ബുകാരും ഓരോ മേഖല മാത്രമേ ഏറ്റെടുത്ത് ചെയ്യുക. പക്ഷേ നവഭാരതൻ്റെ പ്രത്യേകത, ഞാൻ കുറേ നാളായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൂരം നടക്കുമ്പോൾ പൂരം കൊണ്ടുപോകുന്നു, ആദരിക്കേണ്ടവരെ ആദരിച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ റജി സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. നമ്മുടെ സ്കൂളിൽ നമ്മൾ അടുത്ത PTA പൊതുയോഗത്തോടു കൂടി ആദരിക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിവുള്ള ആളുകളെ ആദരിച്ച് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. അവരാദരിച്ചു, എനിക്കും ഒരു ആദരവ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ കളിച്ച് അംഗീകാരം നേടി. ഇപ്പോൾ നേരത്തെ നിതിൻ സാറ് പറഞ്ഞ പോലെ ജൂഡോൻ്റെ എവിടെയാണ് പരിശീലനം, നമ്മുടെ കുട്ടികൾ എത്ര പേരാണ് പോകുന്നത്? കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ KN നിതിൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ലബ് അംഗങ്ങളായ സന്തോഷ് വാര്യർ, അഭിജിത്ത് ഭണ്ഡാരൻ, സജയ് വിജയൻ, സജിൽ നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുറ്റിച്ചൂർ ALP സ്കൂൾ അധ്യാപകനും പ്രാദേശിക പത്രപ്രവർത്തകനുമായ KK നജീബ് മുറ്റിച്ചൂരിന്റെ നിര്യാണത്തിൽ പത്രപ്രവർത്തക കൂട്ടായ്മ അനുശോചിച്ചു. കണ്ടശാങ്കടവ് സൗഹൃദ തീരത്ത് നടത്തിയ അനുശോചന യോഗത്തിൽ PM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KS ശശിധരൻ, VS സുനിൽകുമാർ, അബ്ബാസ് അന്തിക്കാട്, മണികണ്ഠൻ കുറുപ്പത്ത്, സുബ്രൻ അന്തിക്കാട്, സജീവൻ കാരമുക്ക്, വിജോ ജോർജ്, TS സജി, KS ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം മണലൂർ മേഖലയിലെ യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞാണി കനാൽ യൂണിറ്റ് സമ്മേളനം ഏരിയ കമ്മിറ്റി സെക്രട്ടറി VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. PS പ്രസാദ്, NRS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. സമ്മേളനം 9 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഭാരവാഹികളായ സെക്രട്ടറി MV ഭാസ്കരൻ, പ്രസിഡന്റ് MJ സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി KN ശശിർ, വൈസ് പ്രസിഡന്റ് TB അഞ്ജന എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. MHC സിസ്റ്റർ റാണി അരിമ്പൂർ, SSPC സിസ്റ്റർ വെറോനിക്ക അരിമ്പൂർ എന്നിവരുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന പള്ളി ഹാളിൽ നടത്തിയ ചടങ്ങിൽ ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, ഫാദർ ജെയ്സൺ കൂനംബ്ലാക്കൽ, സിസ്റ്റർ ഗീതി മരിയ, ഫാദർ ജോയ് പുത്തൂർ വെള്ളാട്ടുകര, ഫാദർ വർഗീസ് ഊക്കൻ, സിസ്റ്റർ റോസില, ഫാദർ ബെന്നി കിടങ്ങൻ, നീതു, ആഗ്ന ജോഷി, AR ജെയിംസ്, ജിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഞാൻ ആശംസകൾ നേരെയാണ്. സുവിശേഷത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രംഗമുണ്ട്. അത് കർത്താവ് ഈ ശിഷ്യന്മാരെയൊക്കെ ഒരു പരിശീലനത്തിന് പറഞ്ഞയച്ചിട്ട് അവർ 70 പേരും തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ പറയും കർത്താവിനോട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്തിറക്കി, എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവിനോട് പറയുന്നത്. അപ്പോൾ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചു. എനിക്ക് തോന്നുന്നു ഓരോ ജൂബിലിയും ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസരമാണ്. ഒരു പക്ഷേ ഈശോയുടെ ഒരു സന്തോഷ പ്രകടനം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടെയാണ്. തൻ്റെ ശിഷ്യന്മാര് തൻ്റെ കൽപ്പനകള്, താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു എന്നറിഞ്ഞപ്പോൾ ഈശോ സന്തോഷിക്കുന്നു. ഈ ജൂബിലിയുടെ വഴിത്താരയിൽ എനിക്ക് തോന്നുന്നു, ഈ സന്യാസ സമർപ്പണത്തിന്റെ വഴിത്താരയില് 50 വർഷം ഈ സഹോദരിമാര് കർത്താവിന്റെ വഴിയിൽ ചരിച്ചപ്പോ എന്തൊക്കെ നന്മകളാണ് ഇവര് വാരി വിതറിയത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇവരിലൂടെ ദൈവം ചൊരിഞ്ഞത്. മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നജീബ് മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയും
മുറ്റിച്ചൂർ ALP സ്കൂൾ അറബിക് അധ്യാപകനും പത്രപ്രവർത്തകനുമായ KK നജീബ് മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. മുറ്റിച്ചൂർ സുബുലുൽ ഹുദ മദ്രസ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ അന്തിക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി എടയാടി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അഷറഫ് പണിക്കവീട്ടിൽ, ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, ഈസ വലിയകത്ത്, അധ്യാപകൻ ബൈജു മാസ്റ്റർ, KB രാജീവ്, ചാക്കോ മാഷ്, ജോസ് വാവേലി, ഹബീബുള്ള മുറ്റിച്ചൂർ, ജലീൽ എടയാടി, റഹ്മത്തുള്ള, ശാന്ത സോളമൻ, RK മുഹമ്മദ്, ഷാഫി മുറ്റിച്ചൂർ, ഷരീഫ് കൈപ്പാടത്ത്, തോമസ് ജാഫർ മാസ്റ്റർ, ഉമ്മർ കാരണപ്പറമ്പിൽ, PK ഹസൻ ഹാജി എന്നിവർ സംസാരിച്ചു. ഒരുപോലെ പാഠമാക്കാവുന്ന ഒരു പുസ്തകം, അധികാരക്കൊതി മൂത്ത് അകൽച്ച ഉണ്ടാക്കുന്ന മനസ്സുകൾക്ക് തിരുത്താൻ കഴിയുന്ന ഒരു പുസ്തകം, വല്ലാത്തൊരു പ്രശ്നമാണ്. സത്യത്തിൽ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ പരിധി വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് അതിൽ കൂടുതൽ പോകുന്നില്ല. എന്താണ് മാഷ് ഏറ്റെടുക്കുന്നത് അത് ചെയ്തിട്ടുള്ളത്? പലപ്പോഴും കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്ത്, ഐക്യജനാധിപത്യ ഗവൺമെന്റ് കാലത്ത് എൻ്റെ സ്കൂളിലേക്ക് മന്ത്രി വേണം എന്ന് പറഞ്ഞ് അശോക് വിളിക്കാറുണ്ട് മാഷ്. അപ്പൊ അവിടെ ചെയ്യുന്ന പണികളിലും അത്ര വലിയൊരു സ്കൂളായിട്ടൊന്നല്ലോ, അവിടെയും എൻ്റെ സാന്നിധ്യത്തിൽ, എൻ്റെ പങ്കാളിത്തത്തിൽ എൻ്റെ സ്കൂളിന് മികവാർന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ. പലരും ജോലി ചെയ്യാൻ 10 മണിക്കെത്തി 4 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആളുകളാണ് പല അധ്യാപകരും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനായി എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാവുന്ന ആളുകളായി. തലപ്പുറത്തെ ജബ്ബാറും ഷഫീഖും റഹ്മത്തലിക്കയും എന്നോട് പറഞ്ഞത് 3 പേർ കൂടെ ബൈക്കിൽ വന്ന് നമ്പിക്കടവിൽ സ്നേഹതീരത്ത് കുറുമ്പിലാവ് SBHS ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള സാന്റോസ് സോക്കർ 2025 സമാപനമായി. പടുവിങ്ങൽ മുഹമ്മദ് ഹനീഫയുടെ സ്മരണയ്ക്കായാണ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. കുറുമ്പിലാവ് സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വലിയകത്ത് ഷറഫുദ്ദീൻ വിന്നേഴ്സ് ട്രോഫിക്കും, പുതിയ വീട്ടിൽ കൊച്ചു മുഹമ്മദ് സ്മരണയ്ക്കായുള്ള ക്യാഷ് അവാർഡിനും, വെള്ളാമ്പറമ്പിൽ രാമൻ മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ഫുട്ബോൾ മേളയിൽ മുൻനിര ടീമുകൾ പങ്കെടുത്തു. കലാശ പോരാട്ടത്തിൽ K-Square തൃശൂരിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ട്രൂ കെയർ AS1 ഡഗ് ഔട്ട് പരാജയപ്പെടുത്തി. സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ മാനേജർ KM രാമകൃഷ്ണൻ മാസ്റ്റർ, സിനിമാ താരം നിരഞ്ജൻ, ശ്രീലക്ഷ്മി എന്നിവർ ട്രോഫികൾ നൽകി. തൗഫീഖ് പുതിയ വീട്ടിൽ, EG രവീന്ദ്രൻ, KM മോദിഷ്, ഗിരിജൻ പൈനാട്ട, ഷറഫുദ്ദീൻ വലിയകത്ത്, ജാബിർ കടവിൽ, ബദറുദ്ദീൻ പുതിയ വീട്ടിൽ, ഷിയാസ് അക്കു, ഷിയാസ്, ഷാബു എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പര്യടനം നടത്തുന്ന കാൽനട ജാഥയ്ക്ക് കാരമുക്ക മേഖലാ കമ്മിറ്റിയിൽ വിളക്കുംകാലിലും കണ്ടശാങ്കടവിലും സ്വീകരണങ്ങൾ നൽകി. ഷീജ രാജീവ് ക്യാപ്റ്റനും സിജി മോഹൻദാസ് വൈസ് ക്യാപ്റ്റനും ജ്യോതിരാമൻ മാനേജറുമായ ജാഥ കാഞ്ഞാണിയിൽ സമാപിച്ചു. സംഘാടക സമിതിക്ക് വേണ്ടി ലോക്കൽ സെക്രട്ടറി വി പ്രഭാത്, MV ഷാജി, MB മോഹനൻ എന്നിവർ സ്വീകരണം നൽകി. വിവിധ മഹിളാ യൂണിറ്റുകളും വർഗ ബഹുജന സംഘടനകളും ജാഥയെ സ്വീകരിച്ചു. നൽകുന്നു, മൊബൈലില്ലാത്ത കുട്ടികൾക്ക് മൊബൈൽ നൽകുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ സർക്കാരാണ് ചെയ്യുന്നത് എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറഞ്ഞൂടെ? നമുക്ക് ഓരോ വീടുകളിൽ ചെന്ന് പറഞ്ഞൂടെ? എനിക്കെന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരോട് പറയാം, നമ്മുടെ സർക്കാർ ചെയ്തതാണ് ഇതൊക്കെ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓരോന്നിലേക്കും വിശദമായി പോകുന്നില്ല. നമ്മുടെ അടുത്ത് നടന്ന നമ്മുടെ വയനാട് വെള്ളപ്പൊക്കം നമുക്കറിയാം. നമുക്കിപ്പോ അടുത്തുണ്ടായിട്ടാണോ? എന്താണ് അവിടേക്ക് നമ്മുടെ സർക്കാർ ചെയ്തത്, കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്? മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണത്തിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല T, സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, സ്വപ്ന രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡോളി വിനീഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, കോൺഗ്രസ് മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, DCC സെക്രട്ടറിമാരായ KB ജയറാം, V സുരേഷ് കുമാർ, CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, ജനപ്രതിനിധികളായ ടോണി അത്താണിക്കൽ, ജിൻസി തോമസ്, കവിത രാമചന്ദ്രൻ, സെൽജി ഷാജു, ഇന്ദിര ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന് മഹിളാ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത, പാവപ്പെട്ടവനും സാധാരണക്കാരന്റെയും ജീവിതം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന, വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ ആശ്വാസ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം വെള്ളക്കരം കൂട്ടുന്ന, വൈദ്യുതി ചാർജ് കൂട്ടുന്ന, പെൻഷൻ നൽകാത്ത, ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് ലഭ്യമാകാത്ത, റേഷൻ കടയിൽ ചെന്നാൽ സാധനം ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന LDF സർക്കാരിനെതിരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. എടത്തിരുത്തി പഞ്ചായത്തിലെ 15, 16 വാർഡുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു, വൈസ് പ്രസിഡന്റ് ജിസി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് മനോജ് കളന്ത്ര, മുൻ കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം പുഷ്കരൻ തേവർക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ മെൻസ്ട്രൽ കപ്പ് വിതരണ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് തൃപ്രയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജോ പുലിക്കോട്ടിൽ, മെമ്പർമാരായ സനിത സാജൻ, സതി ജയചന്ദ്രൻ, മീന സുനിൽ, ശ്രീകല എന്നിവർ സംസാരിച്ചു. സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് നമ്മൾ മെൻസ്ട്രുവൽ കപ്പിന് പദ്ധതി രൂപീകരിച്ചത്. പക്ഷേ ഗുണഭോക്താക്കളുടെ എണ്ണം കുറവുള്ളത് കൊണ്ട് നമ്മൾ ഒരു 15,000 രൂപയായി ചുരുക്കി
കൊണ്ടുള്ള പദ്ധതിയാണ് നിർവഹിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 48 പേരാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. 2-3 വർഷമായിട്ട് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി തന്നെയാണ്. ഇപ്പോൾ കുറേയേറെ കുട്ടികളുണ്ടെങ്കിൽ പോലും എന്തോ നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാതെ ആയി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മണലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട 9 സഹകാരികൾ ബാങ്കിനെതിരെ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ്, വൈസ് പ്രസിഡന്റ് VG രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് കവർച്ച നടന്ന 19 വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട 50ഓളം പേർക്ക് ബാധ്യത നൽകാതെ കബളിപ്പിക്കുകയും പീഡിപ്പിക്കുകയുമാണ് ബാങ്ക് അധികൃതർ ചെയ്യുന്നതെന്നായിരുന്നു ഇടപാടുകാർ ആരോപിച്ചിരുന്നത്. എന്നാൽ മോഷണത്തിലൂടെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട 1129 പേരിൽ 1015 പേർക്ക് കവർച്ച നടന്നതിന്റെ 6 മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണത്തിന്റെ തുക നൽകി ബാധ്യത കൊടുത്തു തീർത്തിരുന്നു. 2006 മെയ് 28 രാത്രി കാഞ്ഞാണിയിലെ ബ്രാഞ്ച് ഓഫീസ് കുത്തിപ്പൊളിച്ച് നടന്ന കവർച്ചയിൽ 2097 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടത്. 15 പേർക്ക് മാത്രമാണ് ഇനി ബാധ്യത തീർക്കാനുള്ളത്. ഇവർ ബാങ്ക് മുന്നോട്ട് വെച്ച മാന്യമായ നിബന്ധനകൾ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം കോടതിയിൽ കേസിന് പോയതുകൊണ്ടാണ് ബാധ്യത തീർക്കാൻ കഴിയാതെ പോയത്. 15-ൽ ഒരാൾക്ക് ഈ വർഷം ഒത്തുതീർപ്പിലെത്തി സംഖ്യ നൽകിയിരുന്നു. ശേഷിച്ച 14 പേർ ഉൾപ്പെട്ട കേസിൽ 1 മാസം മുമ്പ് നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. വിധി മാനിക്കാൻ ബാങ്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നഷ്ടപ്പെട്ടവർക്ക് തുക നൽകാനും ഇൻഷുറൻസ് കേസുകളുടെ വിധിയും വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് തുക ലഭിച്ചാൽ സ്വർണത്തിന്റെ മാർക്കറ്റ് വാല്യൂവുമായി ബന്ധപ്പെട്ട വ്യക്തത വരുന്ന മുറയ്ക്ക് പരാതിക്കാരുടെ സംഖ്യ കൊടുത്തു തീർക്കും. 1916-ൽ പ്രവർത്തനം ആരംഭിച്ച് 109 വർഷം പിന്നിട്ട 12,000 സഹകാരികളുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെ ജനമധ്യത്തിൽ കളങ്കപ്പെടുത്താൻ ചിലർ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി PJ ബീന, ഡയറക്ടർമാരായ CR ഗിരിജ വല്ലഭൻ, TD ജോസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 6 മാസത്തിനകം ബാങ്ക് കൊടുത്തു തീർത്തതാണ്. എന്നാൽ മേൽപ്പറഞ്ഞ 15 പേർ ബാങ്ക് മുന്നോട്ട് വെച്ച മാന്യമായ നിബന്ധനകൾ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം കോടതിയിൽ കേസിന് പോവുകയുണ്ടായി. 15-ൽ ഒരാൾ ഈ വർഷത്തിൽ ബാങ്കുമായി ഒത്തുതീർപ്പിലെത്തി സംഖ്യ കൈപ്പറ്റിയതുമാണ്. ബാക്കി 14 പേർ ഉൾപ്പെട്ട കേസിൽ 1 മാസം മുമ്പ് നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. അത് മാനിക്കാൻ ബാങ്ക് തയ്യാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം 2ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം പുന്നപ്പള്ളി മന രാമൻ നമ്പൂതിരിയുടെ വസതിയിൽ നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TM അശോകൻ, പ്രമോദ് കണിമംഗലത്ത്, ഹരിദാസൻ ചെമ്മാപ്പള്ളി, നിസാർ കുമ്പങ്കണ്ടത്ത്, ഡേസി പോൾസൺ, പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹവനം, വിഷ്ണു പൂജ, മംഗല്യപൂജ, ഉച്ചപൂജ തുടർന്ന് ഉണ്ണിയൂട്ടും നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ, ക്ഷേത്രം മേൽശാന്തി മനോജ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അതിരൂപതയുടെ വാർഷികാഘോഷം ചൊവ്വാഴ്ച കണ്ടശാങ്കടവിൽ നടക്കും. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. അന്തരിച്ച പത്രപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന KK നജീബ് മാസ്റ്ററെ വിവിധ സംഘടനകൾ അനുസ്മരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.